അഞ്ചലിൽ സിവിൽ പോലീസ് ഓഫീസറുടെ ബുള്ളറ്റ് കത്തിച്ച സംഭവത്തിൽ അന്വേഷണം തങ്ങളിലേക്ക് വരാതിരിക്കാൻ യുവതികൾ ശ്രമിച്ചത് സമർത്ഥമായി. ബൈക്ക് കത്തിക്കൽ സംഭവം രാഷ്ട്രീയ വൈരാഗ്യത്തിലാണെന്ന് വരുത്തി തീർക്കാനാണ് ഇവർ ശ്രമിച്ചത്. ഇതിനുവേണ്ടി ആസൂത്രണമെല്ലാം നടത്തിയിരുന്നു. ആറന്മുള സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന വിവേകിന്റെ ബൈക്കാണ് കത്തിച്ചത്. ബൈക്ക് കത്തിച്ച ശേഷം വീടിന്റെ ഭിത്തിയിൽ കരിയോയിലും ഒഴിച്ചു. അന്വേഷണം വഴിതിരിച്ചുവിടാൻ വീട്ടിൽ ഊമക്കത്തും എഴുതി വച്ചിരുന്നു. ഇതിൽ തങ്ങളിലേക്ക് അന്വേഷണം വരില്ലെന്നുറപ്പിക്കുന്ന വിധത്തിലായിരുന്നു യുവതിയുടെ നീക്കങ്ങൾ. നീ സൂക്ഷിച്ചോ, നിന്റെ നാറിയ കഥകൾ ലോകം അറിയാൻ പോകുന്നു. നിന്റെ മാന്യതയുടെ മുഖം മൂടി വലിച്ചു കീറാൻ കുറച്ചു നാളുകൾ മാത്രം. ഞങ്ങൾ ഭരണത്തിൽ വരില്ലെന്ന് നീ വിചാരിച്ചോ? നീ കുറച്ചുനാൾ ലീവ് എടുത്തതുൾപ്പെടെ നിന്റെ അടൂർ ക്യാമ്പിലെ ഓരോ ചലനവും ഞങ്ങൾ അറിയും. നീ ആ കോളേജിലിട്ട് ഞങ്ങളുടെ പിള്ളാരെ തൊട്ടത് ഞങ്ങൾ മറക്കില്ല എന്നൊക്കെയാണ് ആ കത്തിലെ ഭീഷണികൾ. ഇതോടെ പോലീസും കരുതി രാഷ്ട്രീയ വൈരാഗ്യമാകുമെന്ന്. അന്വേഷണം പുരോഗമിച്ചതോടെയാണ് വഴിത്തിരിവ് ഉണ്ടായത്. സംഭവത്തിൽ ശൂരനാട് സ്വദേശിയായ ആരതി, ഇടുക്കി സ്വദേശി ഗായത്രി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിവേകും ആരതിയും തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നമാണ് ബൈക്ക് കത്തിക്കാൻ കാരണമെന്ന് പോലീസ് പറയുന്നു. അതേസമയം പോലീസ് കസ്റ്റഡിയിലിരിക്കെ എലിവിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച മുഖ്യപ്രതി ആരതിയെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ബൈക്ക് കത്തിച്ചത് ആരെന്ന് കണ്ടെത്താൻ സമീപത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചെങ്കിലും ചിത്രങ്ങൾക്ക് വ്യക്തത കിട്ടാത്തതിനാൽ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. യുവതികളെത്തിയ ഓട്ടോറിക്ഷ കണ്ടെത്തുകയും ഗൂഗിൾ പേ വഴി ഓട്ടോ ഡ്രൈവർക്ക് പണം കൊടുത്തതിന്റെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. ഇവരുടെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തി. പിന്നീട് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇവരുടെ ചിത്രങ്ങൾ തയ്യാറാക്കി. ഓട്ടോ ഡ്രൈവർ ചിത്രങ്ങൾ തിരിച്ചറിഞ്ഞതോടെയാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. ഇതോടെയാണ് അറസ്റ്റിലായ ആരതിയും വിവേകുമായുള്ള വിവാഹ നിശ്ചയം നടന്നിരുന്നു. പിന്നീട് ചില കാരണങ്ങളാൽ വിവാഹം മുടങ്ങി. ഇതിന്റെ വൈരാഗ്യത്തിലാണ് യുവതികൾ ബൈക്ക് കത്തിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയത്. ശനിയാഴ്ച ഇവർ അവിടത്തെ ലൈബ്രറിക്ക് സമീപം ഒളിച്ചിരുന്നു. രാത്രി വിവേകിന്റെ വീട്ടുമുറ്റത്തെത്തി ബൈക്ക് കത്തിക്കുകയായിരുന്നു. ഭീഷണി കത്തും ഒപ്പം വെച്ചു. വീടിന്റെ പടികളിൽ കരിയോയിലും ഒഴിച്ചു. കത്തിലൊരു വിദ്യാർത്ഥി സംഘടനയുടെ പേര് എഴുതിയിരുന്നത് കേസ് വഴിതിരിച്ചു വിടാൻ വേണ്ടിയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. മറ്റാരുടെയെങ്കിലും സഹായം ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വിവാഹം ഉറപ്പിച്ചതിൽ നിന്ന് പിന്മാറിയതിലുള്ള പകയാണ് ആരതി ചെയ്തു കൂട്ടിയത്. അതിന് പിന്നാലെയാണ് കത്തും എഴുതിയത്. അതേസമയം ഇത് മാത്രമാണ് പ്രതികൾക്കുണ്ടായിരുന്ന ലക്ഷ്യമെന്നാണ് ഇനി പോലീസിന് കണ്ടെത്തേണ്ടത്. എന്തായാലും ആശുപത്രിയിൽ കഴിയുന്ന ആരതിയിൽ നിന്ന് മൊഴിയെടുത്താൽ മാത്രമേ കൂടുതൽ വ്യക്തത വരൂ എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കേസ് വഴിതിരിച്ചു വിടാൻ നടത്തിയ പ്രതികളുടെ നീക്കമാണ് ഇതിലൂടെ പൊളിഞ്ഞിരിക്കുന്നത്. ആദ്യം പോലീസും ഇതൊരു രാഷ്ട്രീയ വൈരാഗ്യം തന്നെയാണെന്നാണ് കരുതിയത്. പിന്നീട് CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പകയാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണമാണെന്ന് വ്യക്തമായത്.